ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു അഷ്റഫ് എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കണ എനിക്കറിയില്ല സത്യം പറഞ്ഞാല്. പിന്നെ തറക്കല്ലിടുന്ന മുതല് മൂപ്പരൊരു അത്ഭുതമാണ് എനിക്ക് പറഞ്ഞാല്, കണ്ടുകൊണ്ടല്ല. പിന്നെ കാരണം ആ തറക്കല്ലിടുന്ന മൊമെന്റ്സ് മുതൽ വാട്സാപ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നന്മാക്ക് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഒരു ദിവസം പോലും മൂപ്പര് മെസ്സേജ് വാട്സാപ്പിൽ വരാൻ നിൽക്കൂല. എനിക്ക് അതൊരു സംഭവമാണ്. കാരണം അത് ഒരാളങ്ങനെ മുന്നിൽ നിൽക്കാൻ ഇല്ലാണ്ട് ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അഷ്റഫ് ഖാൻ എത്ര അതില് അപ്രിഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. പിന്നെ ഇന്ന് ഈ അവാർഡിന്റെ എന്താ വെച്ചാല് പിന്നെ ശിഹാബ്ദങ്ങളുടെ പേരിലുള്ള പുരസ്കാരമാണല്ലോ. അപ്പം എനിക്ക് മുഹമ്മദ് ശിഹാബ്ദങ്ങളായിട്ട് അങ്ങനെ കുറെ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഹൈദരലി ശിഹാബ്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ രണ്ട് ബാക്ക് ബോൺ ആയിട്ടാണ് ഞാൻ കാണല് എന്റെ ലൈഫിൽ. ഒന്ന് ഹൈദരലി ശിഹാബ്ദങ്ങൾ, ഒന്ന് VK അബ്ദുൽ ഖാദർ മൗലവി സാഹിബാണ്. മൗലവി സാഹിബ് എങ്ങനെ വെച്ചാൽ എന്റെ ഉപ്പാപ്പന്റെ കാര്യമാണ്. ഉപ്പ മൗലവി സാഹിബിന്റെ മോനും ഞാനും മുപ്പര മോന്റെ മോനും രീതിയിലാണ് ശരിക്കും അത്രയും. കാരണം മുപ്പരാണ് എല്ലായിടത്തും കൊണ്ടുപോവാം. അപ്പൊ എന്റെ ഫസ്റ്റ് ഓഫീസ് 2013 ഒരു മീൻ മാർക്കറ്റിന്റെ മേലാണ് ആദ്യത്തെ ഓഫീസ്. പിന്നെ ചെറിയൊരു ഓഫീസ്. അന്ന് തങ്ങള് ഹൈദരലി ശിഹാബ്ദങ്ങളുടെ ഫസ്റ്റ് ഓഫീസ് 2 നില സ്റ്റെപ്പ് കയറി വന്നിട്ട് ആ മീൻ മാർക്കറ്റിന്റെ മേലെ കയറി വന്നിട്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് തങ്ങൾ എനിക്ക് കയ്യില് പിന്നെ സാധാരണ കണ്ണൂരൊക്കെ തങ്ങൾ എല്ലാവരും കയ്യിൽ എന്തെങ്കിലും പൈസ വെച്ചെടുത്തിട്ട് തങ്ങളെടുത്ത് മേടിക്കും ഒരു ഇതില്. തങ്ങളെ പോക്കറ്റിൽ തന്നെ ഒരു 200-200 രൂപ വെച്ചിട്ട് എന്റെ കയ്യിൽ വന്നിട്ട് ഉഷാറാവൂന്ന് പറഞ്ഞ് തുടങ്ങിയ ബിസിനസ്സാണ്. എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ +1 പഠിക്കുമ്പോൾ. പിന്നെ അങ്ങോട്ട് എന്റെ എല്ലാ സ്ഥാപനം IT, അതിനുശേഷം നമ്മൾ കുറെ ബിസിനസ്സുകൾ തുടങ്ങി. കാർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും സ്പോർട്സ് സെന്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ട്സും അങ്ങനെ കുറെ ബിസിനസ്സുകൾ തുടങ്ങി. എല്ലാം തങ്ങളുള്ള ഇത്രയും കാലം ഹൈദരാബാദ് തങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു തങ്ങൾ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും എന്റെ ലൈഫ് ലോങ് കടപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ വേദിയിൽ ക്ഷണിച്ചതിനും ഈ അവാർഡ് തന്നതിനും ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്